ഇന്ന് കണ്ണൂരിൽ ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ യാത്രക്കാരൻ ട്രാക്കിലേക്ക് വീണു. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർണായക ഇടപെടലാണ് യാത്രക്കാരൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. പോർബന്തറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അഹമ്മദാബാദ് സ്വദേശിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ലഗേജ് രക്ഷകനായി മാറിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളാണത്. മരണം കൺമുന്നിൽ നിന്ന് വഴുതി മാറിയ നിമിഷമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത്. സജു ദേവസി റെയിൽവേ സ്റ്റേഷനിലുണ്ട്. സജു ദേവസി നമുക്കൊപ്പം ചേരുന്നു. സജു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? SKN മരണമുനമ്പിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ യാത്രക്കാരനെ ജീവിതത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മെയ് 26 നടന്ന സംഭവമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു എന്നതാണ് വലിയൊരു കാര്യം. പക്ഷേ എപ്പോഴും ഇത്തരം സംഭവങ്ങൾ, അതായത് ട്രെയിനിലേക്ക് ചാടി കയറുക, ചാടി ഇറങ്ങുക, അതൊക്കെ അപകടകരമാണ്. പക്ഷേ അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ ആ മാത്രയിൽ തന്നെ പ്രതികരിച്ചാൽ മാത്രമേ ആ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. എന്നോടൊപ്പം കേരള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇരിണാവ് സ്വദേശിയായ ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ താങ്കൾ ആ ദൃശ്യങ്ങൾ പലതവണ ഞാൻ കണ്ടു. ദൈവദൂതനെ പോലെയാണ് ആ ഘട്ടത്തിൽ. കാരണം അതിൻ്റെ ഇടയിലേക്ക് ട്രാക്കിലേക്ക് ശരിക്കും വീണു. ആ ഘട്ടത്തിൽ എന്താണ് പെട്ടെന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതെ, ഇത് മെയ് 26 നടന്ന സംഭവമാണ്. കൊച്ചുവേളി പോർബന്തർ വീക്കിലി എക്സ്പ്രസ്സിൽ അഹമ്മദാബാദിലേക്ക് പോകുന്ന ഒരു യാത്രക്കാരനായിരുന്നു. അപ്പോൾ അയാൾ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. ഒരു 65 വയസ്സ് പ്രായമുള്ള ഒരു ആളാണ്. അപ്പോൾ ചാടി കയറുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് കാല് വഴുകി ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലേക്ക് പോകാൻ ഉണ്ടായത്. അപ്പോൾ ഒരു കൈ അയാൾ വലത് കൈ കൊണ്ട് സ്റ്റെപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടത് കൈനെ കൊണ്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ തപ്പി ഇങ്ങനെ പോകുന്ന ഇത് സൗണ്ട് ആണ് ഞാൻ കേൾക്കുന്നുണ്ടായത്. ട്രാക്കിൻ്റെ അകത്തേക്ക് പോയില്ല. അയാൾ ഒരു ധൈര്യം കൊണ്ട് മാത്രം ആദ്യം ഇതുണ്ടായത്. പിന്നെ ഞാൻ കൈ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം കൈ പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാൻ തിരിച്ചാദ്യം പോയി ഇടത് കൈ കൊണ്ട് അയാൾ ഇടത് കൈ പിടിക്കുകയും പിന്നെ ട്രെയിനും പിടിച്ച് ഒരു 2 കമ്പാർട്ട്മെൻറ്റ് ദൂരം അതിൻ്റെ കൂടെ തന്നെ ഓടി. ആ ഭാഗത്ത് തന്നെ, ആ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, ആ കൊച്ചുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു ഏറെക്കുറെ നിന്നിരുന്നുണ്ടോ? ഏകദേശം ഇത് നമ്മൾ സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഒരു 20 മീറ്റർ മുന്നേയാണ് ഉണ്ടായത്. അവിടത്തേക്ക് ഓടി അതിന് ശേഷമാണ് പിടിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒരു 2 കമ്പാർട്ട്മെൻറ്റ് മുന്നിൽ വരെ ഓടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ ഇത്രയും ഉണ്ടായിട്ടുണ്ട്. അതായത് പലപ്പോഴും എത്ര പറഞ്ഞാലും ഇവിടെയുള്ള നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ വിസിലടിക്കും, പറയും അങ്ങനെ ചാടി കയറരുത്, ചാടി ഇറങ്ങരുത് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ശ്രദ്ധക്കുറവ് പലപ്പോഴും ഒരുപാട് അപകടങ്ങൾ, കാരണം ഒരുപാട് കാലത്തെ അനുഭവം ഉണ്ടാകും. എന്നും ഈ ഭീകര സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ എല്ലാ യാത്രക്കാരോടും ആദ്യമേ കയറാൻ വേണ്ടി പറഞ്ഞാലും ഒരാളും അനുസരിക്കില്ല. അവർ നമ്മൾ പറയുമ്പോൾ എന്തോ ഒരു പുച്ഛഭാവത്തോടെ ഇതെത്ര കണ്ടതാന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നമുക്കിപ്പം ഒരു പേടിയാണ് ഇങ്ങനെ യാത്രക്കാർ ചാടി. എന്ന് വെച്ചാൽ വണ്ടി പോകുന്ന സമയത്ത് 3-4 ആൾക്കാരാണ് ഒരു ഡോറിലൂടെ ചാടി കയറുന്നത്. അപ്പോൾ 2-3 ആൾക്ക് സ്റ്റെപ്പിൽ കൃത്യമായി കിട്ടും. ബാക്കിയുള്ളവർ എൻ്റെ ഹാൻഡിൽ പിടിച്ച് തൂങ്ങിയിട്ടൊക്കെ ചാടി കയറുന്നത്. മിക്ക ആൾക്കാരും സ്ലിപ്പായിട്ട് താഴെ പോകുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ കാലും കൈയും ഒറ്റ പോകുന്ന അവസ്ഥയിലുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയും കരുതലും ഒക്കെ യാത്രക്കാരായ നമ്മളുടെ ഭാഗത്തുനിന്ന് ആരായാലും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞങ്ങളിന്നും ട്രെയിനിൽ യാത്ര ചെയ്യുന്നപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടിയും ഉണ്ടല്ലേ. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഡോറിനടുക്ക് നിൽക്കുന്ന എല്ലാ യാത്രക്കാരോടും ഞങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ഡോർ അടച്ച് ഉള്ളിലോട്ട് കയറി നിൽക്കുക, നിങ്ങൾ സീറ്റിൽ പോയി ഇരിക്കുന്ന പറഞ്ഞാലും ചില ആൾക്കാർ അനുസരിക്കും, ചില ആൾക്കാർ ഇതിൽ നമ്മൾ യാത്ര സ്ഥിരം ചെയ്യുന്നതാണെന്നുള്ളതാണ്. പക്ഷേ യാത്ര സ്ഥിരം ചെയ്യുന്നവർക്കും ചെറിയൊരു പിഴവ് വന്നത് താഴെ പോയാൽ മതി. ഒരുപാട് ഭീകര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതിൻ്റെ അനുഭവ വെളിച്ചത്തിൽ പറഞ്ഞാലും എല്ലാവരും അംഗീകരിക്കില്ല. ചില ആൾക്കാർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു, അതിൽ അഭിനന്ദനങ്ങൾ. അത് ഈ അനുഭവം ഇങ്ങനെ കണ്ടു പരിചയിച്ചു അനുഭവമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കില്ല, പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു. അങ്ങനെ ആക്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് സത്യം. ഇങ്ങനെയുള്ള കുറേ കണ്ടിട്ടുള്ള ഉണ്ട്. പിന്നെ പോലീസിലാണല്ലോ ആദ്യം നമ്മളെ ജീവനേക്കാളും ജനങ്ങളുടെ ജീവനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് 24-ൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. അത്തരം ഇടപെടലുകൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ലഗേഷ് എന്നാണ് അദ്ദേഹം CPO ആണ് അല്ലേ? CPO ആണ് റെയിൽവേ പോലീസിലെ. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് അറിയിക്കുന്നു. ആ ദൃശ്യങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നാണ് കരുതലും ജാഗ്രതയും ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഒരു ദൈവദൂതനെ പോലെ ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. SK
ഓക്കെ, സജി ദേവസിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. എന്തായാലും ലഗേഷ് എന്ന ഈ റെയിൽവേ പോലീസുകാരനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം 2 ബോഗികൾ ഓടിയാണ് അദ്ദേഹം ഈ മനുഷ്യനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യം മറന്നുകൂടാ. എന്തായാലും ഈ ട്രെയിനിലേക്ക് ഓടിക്കയറുകയും അതുപോലെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഒറ്റ നിമിഷത്തെ ഒരു വീഴ്ച മതി നമ്മുടെ ജീവിതം എന്നേക്കുമായി ഒടുങ്ങാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു ക്ലാസിക് ഉദാഹരണമാണ്. ഒരുപക്ഷെ ഈ പോലീസുകാരൻ്റെ സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മരണത്തിന് ഈ പോർബന്തറിലേക്ക് പോയ ആൾ കീഴടങ്ങിയേനെ.